ഒരു വർഷം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ പണിയാണ്. ഏകദേശം ഇപ്പോൾ 2-2.5 വർഷമായി. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും പെട്ടെന്ന് പണി തീർത്ത് കിട്ടിയാൽ വലിയ ഉപകാരമായി. സാർ ചെയ്തൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ഇപ്പോൾ 10 ദിവസത്തിനകത്ത് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്തെ റോഡുകളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ ശോചനീയമായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടുത്തുകാരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കുന്നത് എന്ന്. ശ്രീകാര്യം ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് എന്ന് പറഞ്ഞിട്ട് റോഡ് കിളച്ചിട്ടിട്ട് മാസങ്ങളായി. എത്രയോ ടൂ വീലറുകൾ തെന്നി വീണ് ആൾക്കാർ വീണ് കയ്യും കാലും ഒടിയുന്നു. ഇത്രയും പെട്ടെന്ന് പണി തീർത്ത് കിട്ടിയാൽ വലിയ ഉപകാരമായി. കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ടില്ലേ. ഇത് ഏകദേശം ഒരു വർഷം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ പണിയാണ്. ഏകദേശം ഇപ്പോൾ 2-2.5 വർഷമായി. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെയുള്ള റോഡിൽ വേറെ വഴിയില്ല. ഗവൺമെൻറ് തന്നെയാണെങ്കിലും 2 വർഷം എന്ന് പറയുന്നത് 4 വർഷം വരെയാണെങ്കിലും ഇപ്പോൾ 5ാമത്തെ വർഷമാണ് നടക്കുന്നത്. അപ്പോൾ ആ വർക്കുകളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ റോഡിൻ്റെ ആൾക്കാർ തന്നെ കുറച്ച് രാഷ്ട്രീയപരമായിട്ട് കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് എങ്ങനെയെങ്കിലും സംഘടിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാനും നോക്കുന്നുണ്ട്. ഇന്നലെ മറ്റേ മുരളീധര സാർ വന്നിട്ട് പോയി ഇത് ചെയ്ത് 10 ദിവസത്തിനകത്ത് വീട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. മുരളീധര സാർ ചെയ്തൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ഇപ്പോൾ ശ്രീകാര്യം ജംഗ്ഷൻ മുതൽ കല്ലമ്പള്ളി വരെ ഏകദേശം ഒരു 200 മീറ്ററിനകത്ത് 6 പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നിരുത്തരവാദപരമായിട്ടാണ് ഇവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സേഫ്റ്റി ആണെങ്കിൽ ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇവിടെ ഇല്ല. 18 മാസം കൊണ്ടിട്ടുള്ള കരാറാണ്. ഏകദേശം കരാർ കാലാവധി കഴിഞ്ഞു. 2 സൈഡിലെ ഓട നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ഇനിയും ജംഗ്ഷൻ അതുപോലെ ഇളംകുളം അമ്പലത്തിൻ്റെ ഭാഗം ആ ഭാഗങ്ങളിൽ ഇനിയും ഓട നിർമ്മാണം പൂർത്തിയാവാനായിട്ടുണ്ട്. മുരളീധരൻ സാർ ഇപ്രാവശ്യം ഈ അടുത്ത സമയത്ത് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇവിടെ സന്ദർശിച്ചിരുന്നു. 10 ദിവസത്തിനകത്ത് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ. ഇനി ഇത് സ്മൂത്താവും. 10 ദിവസത്തിനുള്ളിൽ ഈ റോഡ് ഓപ്പറേഷൻ